ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് ഗൈറോസ്കോപ്പാണ്. ഇത് എസ് രത്തിൻ്റെ തിയറി ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനകത്തെ 17ാമത്തെ ചാപ്റ്ററാണ്. സോ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. സോ അപ്പോൾ ഇതിൽ ബാലൻസിങ് ആണ് വരുന്നത് മെയിനായിട്ട്. സോ നമ്മളെ ഡൈനാമിക് ബാലൻസിങ്, സ്റ്റാറ്റിക് ബാലൻസിങ് കണ്ട പോലെ അല്ല ഇവിടെ. അപ്പോൾ നമ്മളിതിനകത്ത് നമ്മുടെ ഒരു നാവൽ ഷിപ്പ്, ദെൻ എയറോപ്ലെയിൻ, അതുപോലെ തന്നെ ലോക്കോമോട്ടീവ്, ഇപ്പോൾ 4 വീലർ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ 2 വീലർ, പിന്നെ എന്താണ് റിജിഡ് ഡിസ്ക്, ഇതിൻ്റെയൊക്കെ എന്താണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ ഷിപ്പായാലും എയറോപ്ലെയിൻ ആയാലും സിമ്പിളാണ്. ദെൻ നമ്മുടെ കാറിൻ്റെ അതല്ലെങ്കിൽ ലോക്കോമോട്ടീവിൻ്റെയാണ്, 4 വീലറിൻ്റെയാണ് എന്ത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. നല്ലൊരു ചാപ്റ്ററാണ്, എളുപ്പമുള്ള ചാപ്റ്ററാണ്. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ പറയുന്നതെന്ന്. സോ ഇഫ് the axis of a spring or a rotating body is given an angular motion about an axis perpendicular to the axis of spin, an angular acceleration acts on the body about third perpendicular axis. ഒരു റൊട്ടേറ്റിംഗ് ബോഡി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ബോഡി, ഇപ്പോൾ ആ ഒരു സ്പിന്നിങ് ബോഡി എന്തായിരിക്കും, ഒരു ആക്സിസിന് അബൌട്ടായിരിക്കും സ്പിൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ അത് ആ ഒരു സ്പിൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ അതായത് an angular acceleration act on body by about the third perpendicular axis. സോ അപ്പോൾ അതിൻ്റെ എന്താണ് തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്തായിരിക്കും, അതിനൊരു ആംഗുലർ ആക്സിലറേഷൻ എന്ത് ചെയ്യും, ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീല് കൺസിഡർ ചെയ്യുക. ആ ഒരു വീൽ എന്തായിരിക്കും, ജസ്റ്റ് എന്താണ് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു പ്ലെയിനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്ത് പോകുമെന്ന് വിചാരിക്കും. സോ ഇപ്പോൾ ആ ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ദ ഷാഫ്റ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, സോ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എന്താണ് ആ ഒരു വീൽ റൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടാണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ഇനി എന്ത് ചെയ്തു, അപ്പോൾ അതിനകത്ത് ഒരു ആംഗുലർ മോഷൻ, ഓക്കെ, റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഗിവിങ് ആൻ ആംഗുലർ മോഷൻ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് സ്പിൻ. സോ ഇപ്പോൾ അതിൻ്റെ സ്പിൻ ആക്സിസ് നമ്മൾ എന്താ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. ഇനി അതിനൊരു പെർപെൻഡിക്കുലർ ആക്സിസ് കൺസിഡർ ചെയ്യുക, വൈ ആക്സിസ് എടുക്കുക. അപ്പോൾ വൈ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്തു, അത് സ്പിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന ഒരു കാർ, അത് എന്ത് ചെയ്തു, പെട്ടെന്നൊന്ന് എന്തായത് ഒരു കർവ്ഡ് പാത്തിലേക്ക് പോയി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഒന്ന് റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. സോ ആ ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും, an angular acceleration act on the body about the third perpendicular axis. സോ ഇനി അതിൻ്റെ റിമൈനിങ് പെർപെൻഡിക്കുലർ ആക്സിസ് എന്ന് പറയുന്നത് Z ആക്സിസ് ആണ്. ഓക്കെ, എക്സ് ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്തു, അത് വൈ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്തു, ആംഗുലർ മോഷൻ ആ ഒരു ബോഡിയിൽ സംഭവിച്ചു. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യും, അതിനകത്തൊരു ആംഗുലർ ആക്സിലറേഷൻ ആക്ട് ചെയ്യും. ഓക്കെ, അതായത് Z ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യും, അതിനകത്തൊരു ആംഗുലർ ആക്സിലറേഷൻ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. The torque required to produce this acceleration is known as active gyroscopic torque. സോ ഇപ്പോൾ ഈ ഒരു ആംഗുലർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഗൈറോസ്കോപ്പിക്, ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഓർ എ കപ്പിൾ ഓൾസോ ആക്ട് സിമിലർ ടു കോൺസെപ്റ്റ് ഓഫ് സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ റൊട്ടേറ്റിംഗ് ബോഡി. സോ ഇപ്പോൾ എന്ത് ചെയ്യും, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഓർ, സോ ഇപ്പോൾ ഇതെന്താണ്, ഇത് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്കാണ്. ഇനി എന്ത് ചെയ്യും, ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ത് ചെയ്യും, ആക്ട് സിമിലർ ടു ദ കൺസെപ്റ്റ് ഓഫ് സെൻട്രിപെറ്റൽ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു റൊട്ടേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും, ഇതിനകത്ത് ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് അല്ലെങ്കിൽ കപ്പിൾ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ദ ഇഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഈസ് നോൺ ആസ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. സോ ഇപ്പോൾ ആ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഗൈറോസ്കോപ്പിക് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അല്ലെങ്കിൽ ആ ഒരു ദ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഗൈറോസ്കോപ്പിക് കപ്പിൾ. സോ ഇപ്പോൾ ഈ ഒരു കപ്പിൾ കാരണം ഉണ്ടാകുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. ദസ് airplanes, ships, automobiles, etc. that have rotating parts in form of wheels or rotos of engine experience this effect while taking a turn when the axis of spin is subject to some angular motion.
അപ്പോൾ എയർപ്ലെയിൻ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമൊബൈൽ, ഷിപ്സ്, ഇതിൻ്റെ കേസാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് പ്രോബ്ലംസ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ടൂ വീലർ വരുന്നുണ്ട്. സോ ദാറ്റ് ഹാവ് റൊട്ടേറ്റിംഗ് പാർട്സ്. അപ്പോൾ എന്താണ് വീലിൻ്റെ രൂപത്തിൽ, അതുപോലെ തന്നെ എഞ്ചിൻ പാർട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്സ് ഉണ്ട്. സോ എൻജിൻസ് ഒക്കെ എക്സ്പീരിയൻസ് ദിസ് എഫക്ട് വൈൽ ടേക്കിംഗ് എ ടേൺ. സോ അപ്പോൾ ഒരു ടേൺ എടുക്കുമ്പോൾ ഓക്കെ, ഒരു വീൽ എങ്ങനെയായിരിക്കും, വീലിപ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കാർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനെന്തായിരിക്കും, ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിൻ സർഫസിൽ കൂടെ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീൽ എന്ത് ചെയ്യുന്നത്, ഒരു ആക്സസിനെ ബോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. പെട്ടെന്നൊരു ടേൺ എടുത്തു എന്ന് വിചാരിക്കും, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വീലിന് എന്ത് ചെയ്യുക, ആ ഒരു വീലിൻ്റെ റൊട്ടേറ്റ് സ്പിൻ ചെയ്യുന്ന ആക്സസിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ആക്സസ് കാണും. സോ അപ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു പെർപെൻഡിക്കുലർ ആക്സസിനെ ബോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആംഗുലർ മോഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ബോഡിക്കകത്ത് അതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സസ്, ഓക്കെ, തേർഡ് പെർപെൻഡിക്കുലർ ആക്സസിന് അബൌട്ടായിട്ട് എന്ത് സംഭവിക്കും, ഒരു ആംഗുലർ ആക്സിലറേഷൻ ആ ബോഡിനകത്ത് ആക്ട് ചെയ്യും. സോ ഇപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള ടോർക്കിനെ വിളിക്കുന്ന പേരാണെന്ത്, നമ്മൾ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്നും. ദെൻ ഒരു കപ്പിൾ എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആൻഡ് ആക്ഷൻ പോലെ എന്ത് ചെയ്യും, ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മളത്. അല്ലെങ്കിൽ സോ ഇപ്പോൾ ഇതിൽ ഒരു റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക്കിൻ്റെ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് നമ്മളത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇനി ആംഗുലാർ വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് സ്പെസിഫൈഡ് ബൈ ആംഗുലാർ വെലോസിറ്റി of a rotating body is specified by magnitude of velocity, direction of axis of rotor, sense of rotation of rotor, that is clockwise or anti-clockwise. എന്തൊക്കെയാണ്, ഒന്ന് ഒമേഗ എന്തായിരിക്കും, ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ ആംഗുലർ വെലോസിറ്റി, ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഒമേഗ ആയിരിക്കും. ദെൻ അടുത്ത എന്തായിരിക്കും, റോട്ടോറിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ ഇവിടെ എന്താണ്, എ ടു ബി ഒരു റോട്ടർ കൂടെ കാണിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ പറയുന്നത് എന്താണ്, സെൻസ് ഓഫ് റൊട്ടേഷൻ. പിന്നെ ഈ റോട്ടറിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഒക്കെ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ. ആംഗുലർ വെലോസിറ്റി റെപ്രസെൻറ്റഡ് ബൈ എ വെക്ടർ ഇൻ ഫോളോയിങ് മാനർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലെങ്ത് ഓഫ് ദ വെക്ടർ. അപ്പോൾ നമ്മളെന്താണ്, ആംഗുലർ വെലോസിറ്റിനെ ഒരു വെക്ടറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ആ വെക്ടറിൻ്റെ ലെങ്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റോട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡ്രോയിങ് എ വെക്ടർ പാരലൽ ടു ആക്സിസ് ഓഫ് ദ റോട്ടർ ഓർ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. ദെൻ അടുത്തത് റോട്ടറിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റോട്ടറിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ ഡ്രോയിങ് എ വെക്ടർ പാരലൽ ടു ആക്സിസ് ഓഫ് റോട്ടർ ഓർ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ആംഗുലാർ വെലോസിറ്റി. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആംഗുലാർ വെലോസിറ്റിയുടെ പ്ലെയിന് നോർമലായിട്ട് എന്ത് ചെയ്യുക, ഒരു വെലോസിറ്റി വെക്ടർ വരക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു റോട്ടറിന് പാരലലായിട്ട് ഒരു വെക്ടർ വരക്കുക. അടുത്തത് സെൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് റോട്ടർ ഈസ് ഡിനോട്ടഡ് ബൈ ടേക്കിംഗ് എ ഡയറക്ഷൻ ഓഫ് വെക്ടർ ഇൻ എ സെറ്റ് റൂൾ. ദ ജനറൽ റൂൾ ഈസ് ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. If a screw is rotating in clockwise direction, it goes away from the viewer and vice versa. Then sense of rotation of റോട്ടറിൻ്റെ റൊട്ടേഷൻ സെൻസ് എങ്ങനെയായിരിക്കും, അത് നമ്മളിങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂളാണ്, അതായത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഇപ്പോൾ ഇഫ് എ സ്ക്രൂ ഈസ് റൊട്ടേറ്റഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇപ്പോൾ ഒരു സ്ക്രൂ എടുക്കുക എന്ത് ചെയ്ത് ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മൾ ഒബ്സർവറിൽ നിന്ന് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വ്യൂവറിൽ നിന്ന് എങ്ങനെയായിരിക്കും, എവേ ഫ്രം ദ വ്യൂവർ ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ക്രൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, അത് ജസ്റ്റ് നമ്മളിന്ന് അകന്നു പോകുന്ന പോലെ ആയിരിക്കും. എങ്ങനെ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ വരിക, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണെങ്കിൽ എന്ത് ചെയ്യുക, അത് വ്യൂവറിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഷോസ് എ റോട്ടർ വിച്ച് റൊട്ടേറ്റ് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ വ്യൂഡ് ഫ്രം എൻ ടു എ, അല്ലെങ്കിൽ വ്യൂവറിൽ നിന്ന് എങ്ങനെ ആയിരിക്കും, എവേ ഫ്രം ദ വ്യൂവർ ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ക്രൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും, അത് ജസ്റ്റ് നമ്മളിന്ന് അകന്നു പോകുന്ന പോലെ ആയിരിക്കും. എങ്ങനെ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ വരിക, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിലാണെങ്കിൽ എന്ത് ചെയ്യുക, അത് വ്യൂവറിൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ ആയിരിക്കും വരുന്നത്.
For example, shows a rotor which rotate in a clockwise direction when viewed from N to A. സോ ഇപ്പോൾ നമ്മൾ എയിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു റോട്ടറിനെ നോക്കുകയാണ്. സോ ഇപ്പോൾ ഇതെന്താണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ആംഗുലർ മോഷൻ ഹാസ് ബീൻ ഷോൺ വെർട്ടിക്കലി ഇൻ 17.1b. സോ നമ്മൾ സെക്കൻഡ് ഫിഗർ ബി എന്ന് പറയുന്ന ആ ഫിഗർ ഒന്ന് നോക്കുക. എ എന്ന് പറയുന്നത് ഈ ഒരു റോട്ടറാണ്. ദെൻ അടുത്തത് ആ ഒരു വെക്ടേഴ്സ് നോക്കുക. സോ അപ്പോൾ അതിൽ its angular motion has been shown vertically in figure 17.1b. The vector has been taken to a scale parallel to the axis of rotor. So അപ്പോൾ എന്താണ്, ഒരു സ്കെയിലിൽ, അതായത് എന്താണ്, ആംഗുലർ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എന്താണ്, ആ ഒരു സ്കെയിലിൽ എടുത്തിട്ടുണ്ട്. ദെൻ സെൻസ് ഓഫ് ഡയറക്ഷൻ ഓഫ് വെക്ടർ ഈസ് ഫ്രം എ ടു ബി അക്കോർഡിംഗ് ടു സ്ക്രൂ ലോ. അപ്പോൾ എന്താണ്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. അപ്പോൾ എന്താണ്, വ്യൂവറിൽ നിന്ന് അകന്നു പോകുന്ന പോലെ ആയിരിക്കും. സോ ഇപ്പോൾ എ ടു ബി ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ റോട്ടർ ഈസ് റിവേഴ്സ്ഡ് ഇറ്റ് വുഡ് ബി ഫ്രം ബി ടു എ. എന്താണ്, ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും, ടുവേർഡ്സ് ദി വ്യൂവർ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ആംഗുലർ ആക്സിലറേഷൻ. Let a rotor spin rotate about a horizontal axis OX at a speed omega radian per second in direction as shown. Let OAB represent its angular velocity. ഇപ്പോൾ എന്താണ്, ഒരു റോട്ടർ OX എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ആക്സിസിനെ അബൌട്ട് ആയിട്ട് ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. സോ ഇപ്പോൾ എന്താണ് അതിൻ്റെ വെലോസിറ്റി വരുന്നത്, ഒ ആണ് എന്ത് ചെയ്യുന്നത്, ഒ എന്ന് പറയുന്ന വെക്ടറാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എക്സ് ഡയറക്ഷനിൽ നിന്ന്, അതായത് എക്സ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് അപ്പോൾ ഒ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോ ടുവേർഡ്സ് ദ വ്യൂവർ ആയിരിക്കും. Now with the magnitude of the angular velocity changes omega plus delta omega and direction of axis of spin to OX dash. So എന്ത് ചെയ്തു, അത് ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു എങ്ങോട്ട്, ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ആയി. ആൻഡ് അതേപോലെ തന്നെ എന്താണ്, ഡയറക്ഷൻ ഓഫ് ആക്സിസ്, അപ്പോൾ ഈ ഒരു സ്പിൻ ആക്സിസ് അതുപോലെ തന്നെ എന്താണ്, എക്സിൽ നിന്ന് എക്സ് ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇൻ ഡെൽറ്റ ടി ടൈം. ദി വെക്ടർ ഒ ബി വുഡ് റെപ്രസെൻറ്റ് ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി ഇൻ ന്യൂ പൊസിഷൻ. അപ്പോൾ എന്താണ്, ആംഗുലർ ആക്സിലറേഷനിൽ ചേഞ്ച് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് പുതിയ വെക്ടർ എങ്ങനെയായിരിക്കും, ഒ ബി എന്നാണ് കാണിക്കുന്നത്. അതായത് ഒ എക്സിൽ നിന്ന് ഒ എക്സ് ഡാഷിലേക്ക് എന്തായിട്ടുണ്ട്, ഡെൽറ്റ ടൈം കൊണ്ടൊരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റിയിൽ ഡെൽറ്റ ടി ടൈം കൊണ്ട് ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ആംഗുലർ വെലോസിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ വുഡ് ബി റെപ്രസെൻറ്റ് ആംഗുലർ വെലോസിറ്റി. ജോയിൻ എ ബി വിച്ച് റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ. സോ ഇപ്പോൾ എ ബി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് റെപ്രസെൻറ്റ് ദി ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ. അപ്പോൾ റോട്ടറിൻ്റെ ആംഗുലർ വെലോസിറ്റിയിലുള്ള ചേഞ്ചാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എ ബി എന്ന് പറയുന്ന ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ വെക്ടർ എ ബി ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ 2 കോമ്പണൻറ്റ്സ്. അപ്പോൾ എ ബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ സി അതേപോലെ തന്നെ സി ബി എന്ന് പറയുന്ന 2 കോമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. എ സി റെപ്രസെൻറ്റ്സ് ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു എ സി ഓർ എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിനെ, സോ എ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു എ സി ഓർ എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിന് നോർമലായിട്ട് വരുന്നൊരു പ്ലെയിനിലുള്ള ആംഗുലർ വെലോസിറ്റി ചേഞ്ചാണ് എ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സി ബി റെപ്രസെൻറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ഇൻ എ പ്ലെയിൻ നോർമൽ ടു സി ബി ഓർ വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ വരുന്ന ആംഗുലർ വെലോസിറ്റി ചേഞ്ചാണ് എന്ത് ചെയ്യുന്നത്, എ സി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോറി, എ സി അല്ല, സി ബി. ദെൻ ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി എ സി ഈസ് ഈക്വൽ ടു, സോ ഇപ്പോൾ എ സി ചേഞ്ച് എന്താണ് വരുന്നത്, എ സി എന്ന് പറയുമ്പോൾ എന്താണ്, സോ ഇപ്പോൾ ഇതിൽ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക, അതായത് ഒ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ അതിൽ എ സി എന്ന് പറയുന്ന ആ ഒരു വെക്ടറിൻ്റെ ലെങ്ത് എങ്ങനെയായിരിക്കും,
ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ കോസ് ഇൻറ്റു ഡെൽറ്റ തീറ്റ മൈനസ് ഒമേഗ ആയിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസും ദെൻ നമുക്ക് ഒ സി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ബേസുമാണ്. സോ ഇപ്പോൾ അല്ലെങ്കിൽ എക്സ് കമ്പണൻ്റ് ആണ്. അപ്പോൾ എക്സ് കമ്പണൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കുക, ആറിൻ്റെ കോസ് തീറ്റ ആയിരിക്കും വരുന്നത്, അത്രയേ ഉള്ളൂ. മൈനസ് ഒമേഗ എന്ന് പറയുമ്പോൾ ഒ എ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഒമേഗ ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, എ സി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ കോസ് ഡെൽറ്റ തീറ്റ മൈനസ് ഒമേഗ. സോ ഇപ്പോൾ ആംഗുലർ ആക്സലറേഷൻ വരുന്നത് എന്ത് ചെയ്യുക, അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് കാണുക, ദെൻ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ. സോ ഇപ്പോൾ വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്തായിരിക്കും, ഡെൽറ്റ തീറ്റ ടെൻസ് ടു 0 ആയിരിക്കും. അതായത് ഡെൽറ്റ ടി ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഡെൽറ്റ തീറ്റ ആംഗുലർ ആക്സലറേഷൻ ചേഞ്ച് വരുന്നത്. സോ അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയിലുള്ള ചേഞ്ച് വരുന്നത്. ദെൻ ഡെൽറ്റ തീറ്റ 0ക്ക് ടെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ് തീറ്റ എന്തായിരിക്കും, 1 ആയിട്ട് മാറും, അല്ലെങ്കിൽ കോസ് 0 1 ആയിട്ട് മാറും. സോ ഇപ്പോൾ എന്ത് വരും, ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ മൈനസ് ഒമേഗ ബൈ ഡി തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ എന്ന് വരും. സോ എന്ത് വരും, അതിനെ ഡെൽറ്റ ഒമേഗ ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ആണെന്ത് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇതിനടുത്തത് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി സി ബി ഈസ് ഈക്വൽ ടു, സി ബി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്, നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. സോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആർ സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ തീറ്റ ബൈ ഡെൽറ്റ തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ ടി. ആംഗുലർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ടെൻസ് ടു സൈൻ തീറ്റ ടെൻസ് ടു തീറ്റ. ദെൻ ആംഗുലർ ആക്സലറേഷൻ എങ്ങനെയായിട്ട് മാറും, ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. സോ ഇപ്പോൾ ടോട്ടൽ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും, ആൽഫ ഇസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി പ്ലസ് ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. ദിസ് ഷോസ് ദ ടോട്ടൽ ആംഗുലർ ആക്സലറേഷൻ ഓഫ് റോട്ടർ ഈസ് സം ഓഫ് ഡി ഒമേഗ ബൈ ഡി ടി റെപ്രസെൻറ്റ് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ. സോ ഇപ്പോൾ എന്താണ്, ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറയുന്നത് റെപ്രസെൻറ്റിംഗ് ദ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ. റോട്ടറിൻ്റെ ആംഗുലർ വെലോസിറ്റിയിലുള്ള ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്, ഡി ഒമേഗ ബൈ ഡി ടി. ദെൻ ഒമേഗ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് സ്പിൻ in the direction CB is from C to B in a vector diagram being a component of AB, and acceleration acts clockwise in vertical plane XZ when viewed from front along the y-axis. So omega into delta d theta by dt represent ചെയ്യുന്ന എന്താണ്, ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് സ്പിൻ ആണ്. ഓക്കെ, അടുത്തത് ഗൈറോസ്കോപ്പിക് ടോർക്ക്. സോ ഇപ്പോൾ ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്താ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആക്റ്റീവ് വരുന്നുണ്ട്, റിയാക്റ്റീവ് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ലെറ്റ് ഐ ബി ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റോട്ടർ ആൻഡ് ഒമേഗ ഇസ് ഇറ്റ്സ് ആംഗുലർ വെലോസിറ്റി അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് സ്പിൻ ഒ എക്സ്. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സ് കൺസിഡർ ചെയ്യുക, ആക്സിസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്, ഐ ആണ് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരുന്നത്. Let this axis of spin turns through a small angle delta theta in horizontal plane. So ഇപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്താണ് ഡെൽറ്റ തീറ്റ, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണാൻ പറ്റും. എന്താണ് ഒ എക്സ് ഡാഷിലേക്ക് എന്ത് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഡെൽറ്റ ടി ടൈമിലാണ് എന്ത് ഈ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത്. ദെൻ ഫിഗർ, സോ അപ്പോൾ ആ ഒരു ബി എന്ന് പറയുന്ന ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് velocity vector diagram ആണ്. OI represent the angular velocity vector when the axis OX, and OB when the axis is OX change to OX dash. അപ്പോൾ O എന്ന് പറയുന്നത് OX ആക്സിസ് ആയപ്പോഴും, അതേപോലെ തന്നെ OB എന്ന് പറയുന്നത് OX ഡയറക്ഷൻ ആക്സിസ് ആയി വരുമ്പോൾ, സ്പിന്നിങ് ആക്സിസ് ആയിട്ട് വരുമ്പോഴുള്ള വെലോസിറ്റിയാണ് കാണിച്ചത്, അല്ലെങ്കിൽ വെക്ടേഴ്സാണ് കാണിക്കുന്നത്. Angular velocity vectors, then
AB represent the change in angular velocity due to change in direction of axis of spin of rotor. സോ ഇപ്പോൾ AB റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, ഈ ഒരു റോട്ടോറിൻ്റെ സ്പിൻ ആക്സിസ് ചേഞ്ച് ചെയ്തപ്പോൾ ഉള്ള ആംഗുലർ വെലോസിറ്റിയിലുള്ള ചേഞ്ച് ആണ്. ദിസ് ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി ഈസ് ക്ലോക്ക് വൈസ് വെൻ വ്യൂഡ് ഫ്രം A towards B. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് എന്താണ്, വെലോസിറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ A to B നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ എക്സിസ് അറ്റ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ആൻ ആംഗുലർ ആക്സലറേഷൻ. സോ അപ്പോൾ എന്ത് ചെയ്യുക, ആംഗുലർ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ആംഗുലർ ആക്സലറേഷൻ ഉണ്ടാവും. ദ സെൻസ് ഓഫ് ഡയറക്ഷൻ ഓഫ് വിച്ച് ആർ സെയിം ദാറ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ ആംഗുലർ വെലോസിറ്റി. സോ അപ്പോൾ എന്തായിരിക്കും, ആംഗുലർ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. സോ എ ബി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ദെൻ ആംഗുലർ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡി ഡെൽറ്റ ടി. ദെൻ നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഡി ഡെൽറ്റ തീറ്റ ബൈ ഡി ഡെൽറ്റ ടി എന്ന് കിട്ടും. യൂഷ്വലി ഡി തീറ്റ ബൈ ഡി ടി, ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ആക്സിസ് ഓഫ് സ്പിൻ ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ ആൻഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ഒമേഗ പി. സോ ഇപ്പോൾ അതെന്താണ്, ഈ ഒരു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി ആണ് എന്ത് ചെയ്യുന്നത്, ആംഗുലർ വെലോസിറ്റി ഓഫ് ആക്സിസ് ഓഫ് സ്പിൻ ഈസ് കോൾഡ് ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസിഷൻ. ഇപ്പോൾ എന്താണ്, പ്രിസിഷൻ്റെ ആംഗുലർ വെലോസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡി തീറ്റ ബൈ ഡി ടി. സോ ഇപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒമേഗ പി ആണ്. ദെൻ അപ്പോൾ നമുക്ക് ആംഗുലർ ആക്സലറേഷൻ എങ്ങനെ എഴുതാം, ആംഗുലർ ആക്സലറേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ പി എന്ന് എഴുതാം. ടോട്ടൽ ടോർക്ക്, so the torque required to produce this acceleration is known as gyroscopic torque and is a couple which must be applied to axis of spin to cause it to rotate angular velocity omega p about the axis of precision or z. Acceleration torque is equal to t is equal to I, then A is equal to I omega into omega p. So ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫിഗറിനകത്ത് വരുന്ന ഒ എക്സ് എന്ന് പറയുന്നത് എന്താണ്, സ്പിൻ ആക്സിസ് ആണ്. ദെൻ ഒ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, പ്രിസിഷൻ ആക്സിസ് ആണ്. ദെൻ ഒ വൈ എന്ന് പറയുന്നത് ഗൈറോസ്കോപ്പിക് കപ്പിളാണ്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. അപ്പോൾ സ്പിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേഷൻ വരുന്നത് ഒ എക്സിന്, അതായത് എക്സ് ആക്സിസിന് അബൌട്ടായിട്ടാണ്. അതേപോലെ തന്നെ ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ട് എന്ന് വരുന്നത് പ്രിസിഷൻ വരുന്നത്. ദെൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുന്നത് വൈ ആക്സിസിന് അബൌട്ടായിട്ടാണ്. ദെൻ വൈ ഇസഡ് ഈസ് നോൺ ആസ് സ്പിൻ, പ്ലെയിൻ ഓഫ് സ്പിൻ ഓർ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് റോട്ടർ. സോ അപ്പോൾ എന്താണ്, റോട്ടോറിൻ്റെ പ്ലെയിന് പാരലായിട്ട് വരുന്നത് വൈ ഇസഡ് പ്ലെയിൻ ആണ്. സോ അപ്പോൾ നമുക്ക് റോട്ടോറിൻ്റെ പ്ലെയിൻ ഏതാണ്, ഓക്കെ, റോട്ടർ എങ്ങനെ എക്സിന് അബൌട്ടായിട്ടാണ്. സോ ഇപ്പോൾ ഇസഡ് വൈ എന്ന് പറയുന്നതാണ് പ്ലെയിൻ ഓഫ് റോട്ടർ അല്ലെങ്കിൽ സ്പിൻ, പ്ലെയിൻ ഓഫ് സ്പിൻ. ദെൻ ഇനി പെർക്യൂഷൻ അല്ലെങ്കിൽ പ്രിസിഷൻ വരുന്നത് ഏതാണ്, ഇസഡ് ആക്സിസിന് അബൌട്ടായിട്ടാണ്. സോ ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ വൈ ഇസഡ് ഗൈറോസ്കോപ്പിക് കപ്പിളിൻ്റെ പ്ലെയിൻ വരുന്നത്. അടുത്തത് ദ ടോർക്ക് ഒബ്റ്റെയിൻ അബവ് ഈസ് ദാറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു കോസ് ആക്സിസ് ഓഫ് സ്പിൻ ടു presses in horizontal plane and is known as active gyroscopic torque or applied torque. A reactive gyroscopic torque or reactive torque is also applied that axis which tend to rotate axis of spin in opposite direction in counterclockwise direction in the above case. സോ അപ്പോൾ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഇവിടെ ടി ഈക്വൽ ടു അല്ലെങ്കിൽ ടി ഈക്വൽ ടു ഐ ഒമേഗ ഇൻറ്റു ഒമേഗ ബി എന്ന് പറയുന്നത് എന്താണ്, ടോർക്ക് ഒബ്റ്റെയിൻഡ് അബവ് വിച്ച് ഈസ് റിക്വയർഡ് ടു കോസ് ആൻ ആക്സിസ് ഓഫ് സ്പിൻ ടു പ്രിസസ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു സ്പിൻ ആക്സിസിന് പ്രിസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ടോർക്കാണ് ആൻഡ് ഇസ് നോൺ ആസ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. അപ്പോൾ ഇതാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് എന്ന് പറയുന്നത്. അതിനടുത്തത് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക് ഈസ് ഓൾസോ അപ്ലൈഡ് ദി ആക്സിസ് വിച്ച് ടെൻഡ് ടു റൊട്ടേറ്റ്. സോ ഇപ്പോൾ അത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ എന്തിനു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പ്രിസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് ടോർക്ക്. ഓക്കെ, ജസ്റ്റ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൺ റൊട്ടേറ്റിംഗ് ബോഡി ടെൻഡ് ടു മൂവ് ദ ബോഡി ടുവേർഡ്സ് വൈൽ എ centripetal acceleration act on it inwards. In same way effect of active and reactive gyroscopic torque can be understood. സോ ഇനി വരുന്നത് പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം.
അടുത്തത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ എയറോപ്ലെയിൻസ്. അപ്പോൾ എയറോപ്ലെയിൻസിൻ്റെ ഈ ഒരു ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ്. സോ ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, ആൻ എയറോപ്ലെയിൻ ഇൻ സ്പേസ് ലെറ്റ് ദ പ്രൊപ്പല്ലർ ബി റൊട്ടേറ്റിംഗ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെൻ വ്യൂഡ് ഫ്രം റിയർ എൻഡ്. സോ ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എന്താണ്, അതിൻ്റെ ടൈലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എയറോപ്ലെയിനെ നമ്മൾ നോക്കുന്നത്. ദ ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ OA ഡ്യൂ ടു ആംഗുലർ വെലോസിറ്റി as shown in figure 17.6b. സോ ഇപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു ബി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെക്റ്റർ ഡയഗ്രാം ആണെന്ത്, ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ വരുന്നത്. OA ആണെന്ത്, ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ ഡ്യൂ ടു ദി ആംഗുലർ വെലോസിറ്റി. സോ ഇപ്പോൾ എന്താണ്, ഈ ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, അപ്പോൾ അതിൻ്റെ റോട്ടർ കിടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പ്രൊപ്പല്ലർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നുണ്ടുള്ളത്, ഇതിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളെന്താണ് ബാക്ക്, അതായത് ഇതിൻ്റെ റിയർ സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു എയർപ്ലെയിനെ വ്യൂ ചെയ്യുന്നത്. സോ ഇപ്പോൾ ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ പ്രൊപ്പല്ലറിന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ പ്ലെയിൻ ടേക്ക് എ ലെഫ്റ്റ് ടേൺ. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു പ്ലെയിന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് വിചാരിക്കും, അപ്പോൾ എന്ത് സംഭവിക്കും, ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ ഈസ് ഷിഫ്റ്റഡ് ആൻഡ് മേ ബി റെപ്രസെൻറ്റഡ് ബൈ ദ വെക്റ്റർ OB. സോ ഇപ്പോൾ എന്ത് ചെയ്യും, OA എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ OB ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ദ ചേഞ്ച് ഈസ് ഷോൺ ബൈ ദ വെക്റ്റർ AB ആൻഡ് ഈസ് ദി ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ. സോ ഇപ്പോൾ ഇതിൽ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ ചേഞ്ച് ഇൻ ദ വെക്റ്റർ ആണ്. ഓക്കെ, അതായത് this vector is in horizontal plane and is perpendicular to the vector OA. Then the reactive vector is given. Then this vector is in horizontal plane and is perpendicular to the vector OA. Okay, എന്താണ് perpendicular ആണ്. Then reactive vector B എന്ന് നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ P dash A dash എന്ന് തന്നിട്ടുണ്ട്, which is equal and opposite to the vector AB. And interpretation of this vector shows that couple acts in vertical plane and is counterclockwise when viewed from right hand side of plane. The interpretation of this vector shows that couple acts in vertical plane and is counterclockwise when viewed from right hand side of plane. ഇപ്പോൾ പ്ലെയിനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു കപ്പിൾ വെർട്ടിക്കൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതായിട്ടും ആൻഡ് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, which indicates that it tends to raise the nose and depress the tail of aeroplane. അപ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു പ്ലെയിൻ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ എന്താണ്, റിയർ സൈഡിൽ നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് വരുന്നത്. ദെൻ ഇനി നമ്മളെന്താ, അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ്, ആ റോട്ടറിൻ്റെ സ്പിന്നിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ് എന്ത് ചെയ്തു, അതിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ റൊട്ടേഷണൽ ആക്സിസിന് അബൌട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സ്പിൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്തു, അതായത് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. സോ ഇപ്പം അങ്ങനെ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് സംഭവിക്കും, ആ ഒരു പ്ലെയിനകത്ത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നോസ് എന്ത് ചെയ്യും, നോസ് എലിവേറ്റ് ചെയ്യും, അതിൻ്റെ ടെയിൽ എന്ത് ചെയ്യും, ഡിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിപ്രസ് ചെയ്യും. 7.16c. അപ്പോൾ നിങ്ങൾ ഈ ഒരു C എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ നോക്കുക. സോ ഇത് ഷോസ് ദ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് വെൻ എയർപ്ലെയിൻ ടേക്സ് എ റൈറ്റ് ടേൺ. ഇപ്പോൾ എന്താണ്, റൈറ്റ് ടേൺ എടുക്കുകയെന്ന് വിചാരിക്കുക, ആ റൈറ്റ് ടേൺ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പോൾ റൈറ്റ് ടേൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതായത് സ്പിൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റിലേക്ക് ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ടായിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഒരു ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാവും. സോ അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ നോസ് എന്ത് ചെയ്യും, ഡിപ്രസ് ചെയ്യും, ടെയിൽ എന്ത് ചെയ്യും, എലിവേറ്റ് ചെയ്യും. ചേഞ്ച് ഈസ് ഷോൺ ബൈ ദ വെക്റ്റർ CD. സോ അപ്പോൾ CD ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ചേഞ്ച് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൻഡ് ആക്സിക് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഇറ്റ് പെർപെൻഡിക്കുലർ ടു ദ വെക്റ്റർ OC ഇൻ ലിമിറ്റ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഇപ്പോൾ അതിൻ്റെ വെക്റ്റർ OAക്ക് പെർപെൻഡിക്കുലർ ആണ്. സോ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടൽ പ്ലെയിനായിട്ട് വരുന്നത്. റിയാക്റ്റീവ് കപ്പിൾ ഈസ് D dash C dash. The couple act in vertical plane and
ക്ലോക്ക് വൈസ് വ്യൂഡ് ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇതാ കപ്പിൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. ദെൻ ദിസ് ടെൻ ദ ഡിപ്പ് നോസ് ആൻഡ് റേസ് ദ ടെയിൽ ഓഫ് എയറോപ്ലെയിൻ. ഓക്കെ, അടുത്തത് ഇഫ് ദ റൊട്ടേഷൻ ഓഫ് ഈ എഞ്ചിൻ ഈസ് റിവേഴ്സ്ഡ് ഇറ്റ് റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് വെൻ വ്യൂവിങ് ഫ്രം റിയർ എൻഡ്. ഇപ്പോൾ എന്താണ്, എഞ്ചിൻ റൊട്ടേഷൻ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് റിയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻ ആംഗുലർ മൊമെൻറ്റം OE റെപ്രസെൻറ്റ്സ് ഓൺ ടേക്കിംഗ് ലെഫ്റ്റ് ടേൺ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പോൾ നമ്മുടെ സ്പിൻ ആക്സിസ് സ്പിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഈ ഒരു സമയത്ത് എന്ത് ലെഫ്റ്റ് ടേൺ എടുത്തു, ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡിപ്പ്, അതായത് നോസ് ഡിപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തുണ്ടാവും നോക്കാം. ദ ലെഫ്റ്റ് ടേൺ ചേഞ്ചസ് ടു OF ചേഞ്ച് ചെയ്തു. ഓക്കെ, OE ആണ്, ഇപ്പോൾ അത് OF ചേഞ്ച് ചെയ്യും. ദ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് വെക്ടർ ഈസ് EF ആണ് എന്ത്, ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് വെക്ടർ എന്ന് പറയുന്നത്. F ഡാഷ് E ഡാഷ് ആണെന്ത്, റിയാക്റ്റീവ് വെക്ടർ എന്ന് പറയുന്നത്. വ്യൂയിങ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ എയർപ്ലെയിൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നോസ് ഈസ് ഡിപ്ഡ് ആൻഡ് ടൈൽ ഈസ് റൈസ്ഡ്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യും, നോസ് ഡിപ്പ് ചെയ്യും, tail rising. Similarly, when the plane takes a right turn, the effect is indicated in figure. The nose is raised and tail is depressed. അപ്പോൾ അടുത്തത് എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ നോക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്, viewing from right hand side of plane it indicates the nose is dipped and tail is raised. Similarly, when plane takes a right turn, അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഓക്കെ, അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുക. ഇപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു, ആ പ്ലെയിൻ ഒന്ന് റൈറ്റ് ടേൺ എടുത്തു. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ റൈറ്റ് ടേൺ ആണ് എടുക്കുന്നത്. സോ അപ്പോൾ അടുത്തത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ നാവൽ ഷിപ്പാണ്. അടുത്തത് സിമിലർലി വെൻ ദ പ്ലെയിൻ ടേക്ക് എ റൈറ്റ് ടേൺ. ഇപ്പോൾ റൈറ്റ് ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, സോ ഇപ്പോൾ എന്തായിരിക്കും ആക്സിസ്, റൊട്ടേഷണൽ ആക്സിസിന്. സോ അപ്പോൾ സ്പിൻ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്സിസിന് എന്തുണ്ടാവുക, റൈറ്റ് ടേൺ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നോസ് എലിവേറ്റ് ചെയ്യും, ടെയിൽ ഡിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിപ്രസ് ചെയ്യും. So it can be concluded from above case if the direction of either spin rotor of or the precision is changed, the gyroscopic effect is reversed. But if both are changed, the effect remains same. അപ്പോൾ റോട്ടർ, അതായത് സ്പിൻ ആക്സിസ് എന്താണ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് നമ്മുടെ പ്രിസിഷൻ ആക്സിസ് അല്ലെങ്കിൽ പ്രിസിഷൻ എഫക്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാവും. ദെൻ രണ്ടും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഇനി ഇതിനകത്ത് വരുന്നത് നമുക്ക് എന്താണ് അടുത്ത ടോപ്പിക്, നാവൽ ഷിപ്പ് നോക്കാം. Gyroscopic effect on naval ship. Some of terms used in connection with the motion of naval ship or sea vessel are given below. So bow is the fore or front end. അപ്പോൾ ഫ്രണ്ട് എൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബോ എന്ന്. ദെൻ സ്റ്റേൺ ഓർ ആഫ്റ്റ് ആണ് എന്ത്, റിയർ എൻഡ്. അപ്പോൾ ബാക്ക് സൈഡിനെ വിളിക്കുന്നത് സ്റ്റേൺ എന്നാണ്, അല്ലെങ്കിൽ ആഫ്റ്റ് എന്ന് വിളിക്കാം. സോ അപ്പോൾ ബോ ഈസ് ദ ഫോർ എൻഡ് ഓർ ഫ്രണ്ട് എൻഡ്. ദ സ്റ്റാർ ബോർഡ് ഈസ് ദ റൈറ്റ് സൈഡ് ആൻഡ് വെൻ ലുക്കിംഗ് ഫ്രം സ്റ്റേൺ. അപ്പോൾ സ്റ്റേൺ, അതായത് ബാക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ ബോർഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡും, അതേപോലെ തന്നെ പോർട്ട് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് വെൻ ലുക്കിംഗ് ഫ്രം സ്റ്റേൺ. അപ്പോൾ സ്റ്റേൺ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ദെൻ സ്റ്റിയറിംഗ് വിച്ച് ഈസ് റിട്ടേണിംഗ് ഓൺ സൈഡ് വെൻ വേവിങ് ഫ്രം ടോപ്പ്. അപ്പോൾ നമ്മളെന്താണ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടേൺ ചെയ്യുക. അതിനാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ദെൻ എന്തായിരിക്കുക, പിച്ചിങ് എന്ന് പറയുന്നത് ഈസ് എ ലിമിറ്റഡ് ആംഗുലർ മോഷൻ ഓഫ് ഷിപ്പ് അബൌട്ട് എ ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസിന് അബൌട്ടായിട്ടുള്ള ആംഗുലർ മോഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പിച്ചിങ്. ദെൻ റോളിംഗ് ഈസ് എ ലിമിറ്റഡ് ആംഗുലർ മോഷൻ ഓഫ് ഷിപ്പ് അബൌട്ട് ലോണ്ടിറ്റ്യൂഡിനൽ ആക്സിസ്. അപ്പോൾ ലോണ്ടിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ടായിട്ടുള്ള റോളിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, റോളിംഗ് എന്ന്. ദെൻ അടുത്തത് ലെറ്റ് ദ പ്ലെയിൻ ഓഫ് സ്പിൻ
of rotor and rotating mass horizontal and across the breadth of ship. Assume omega to be the angular velocity of rotor in clockwise direction when viewed from stern side. അപ്പോൾ സ്റ്റേണിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പ്രൊപ്പല്ലറായിരിക്കും കറങ്ങുന്നത്. ദെൻ ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഡ്യൂറിങ് പിച്ചിങ്. അപ്പോൾ പിച്ചിങ്ങിലുള്ള ഗൈറോസ്കോപ്പിക് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. When the ship turn left, angular momentum vector changes from OA to OB. എന്ത് ചെയ്യുക, ഒരു ഷിപ്പ് നമ്മളെന്താണ് ബാക്കിൽ നിന്ന് നോക്കുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്തു, ടേൺ ചെയ്തു, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും, OAയിൽ നിന്ന് OBയിലേക്ക് ചേഞ്ച് ചെയ്യും ഒരു ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ. ദ റിയാക്ഷൻ ഇൻ കപ്പിൾഡ് ഈസ് ടു ബി ഫൗണ്ട് B dash A dash which tend to raise the bow and lower the stern. അപ്പോൾ നമ്മളെന്താണ് സ്റ്റേൺ സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ദെൻ ഇപ്പോൾ എന്താണ് ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യുന്നത് റൊട്ടേഷൻ വരുന്നത്. ദെൻ ടേണിങ് വരുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ദ കപ്പിൾ ഈസ് റിവേഴ്സ് സോ ദാറ്റ് ബോ ഈസ് ലോവേഡ് ആൻഡ് സ്റ്റേൺ ഈസ് റൈസ്ഡ്. അപ്പോൾ കപ്പിളിൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്യുന്നതാവും, ദെൻ എന്ത് ചെയ്യും സ്റ്റേൺ സൈഡ് റൈസ് ചെയ്യും. അടുത്തത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ പിച്ചിങ്. പിച്ചിങ് ഓഫ് എ ഷിപ്പ് ഈസ് യൂഷ്വലി കൺസിഡർഡ് ടു takes place with a simple harmonic motion. A simple harmonic motion is represented by x is equal to x sin omega t. Such a motion is obtained by projection of rotating vector x on a diameter while rotating around a circle with a constant angular velocity omega 0, and where x is the displacement from mean position in time t in such a way that angular displacement theta of axis of spin from its mean position is given by theta is equal to sin into sin omega. Omega is the amplitude of a swing or the maximum angle turned from mean position in radius. Omega 0 is the angular velocity of SHM 2 pi by time period, and angular velocity of a precession is d theta by dt is equal to sin omega 0 into cos omega 0 into t. This maximum when cos omega t is equal to 1. Therefore maximum angular velocity of precision omega p equal to psi into omega 0. Then gyroscopic couple equal to I omega into omega p equal to I omega into psi into 2 pi by time period. When the bow is rising, the reaction couple is clockwise and on viewing from top. Thus ship would move towards right or starboard side. Similarly when bow is lowered, the ship turn towards left or port. സോ അപ്പോൾ പിച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ആംഗുലർ മോഷൻ ഓഫ് ഷിപ്പ് അബൌട്ട് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലർ മോഷനാണ് നമ്മൾ പിച്ചിങ് എന്ന് പറയുന്നത്. വെൻ ദ ബോ ഈസ് റൈസിങ്, അപ്പോൾ ബോ എന്ന് പറയുമ്പോൾ ഏതാണ് ഫ്രണ്ട് സൈഡാണ്. സോ ഫ്രണ്ട് സൈഡ് റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ കപ്പിൾ ക്ലോക്ക് വൈസ് ആയിരിക്കും. സോ the ship would move towards the right or starboard side. അപ്പോൾ ഷിപ്പ് എന്താണ് സ്റ്റാർബോർഡ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്ന പോലെ തോന്നും. വെൻ ബോ ഇസ് ലോവേഡ് ദ ഷിപ്പ് ടേൺ ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ പോർട്സ്. അപ്പോൾ ബോ എന്താണ് താവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട് സൈഡ് താവുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നതായിട്ട് തോന്നും. അടുത്തത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓൺ റോളിംഗ്. അപ്പോൾ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ലോണ്ടിറ്റ്യൂഡിനൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ആംഗുലർ മോഷനാണ്. അല്ലെങ്കിൽ as the axis of rolling of ship and rotor are parallel, there is no precession of axis of spin and thus there is no gyroscopic effect. സോ ഇപ്പോൾ പ്രിസിഷൻ അതുപോലെ തന്നെ എന്താണ് റോളിംഗ് ആക്സിസും അതുപോലെ തന്നെ എന്താണ് പ്രിസിഷൻ ആക്സിസും റോട്ടറും അതേപോലെ തന്നെ എന്താണ് റോളിങ്ങിൻ്റെ ആക്സിസ് സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും അവിടെ പ്രിസിഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തായിരിക്കും ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാവില്ല. ഇൻ സെയിം വേ ദ എഫക്റ്റ് ഓൺ സ്റ്റിയറിംഗ്, pitching or rolling can be observed when plane of spin of rotating mass is horizontal but along longitudinal axis the vessel, or when the axis is vertical. സോ അതേപോലെ തന്നെ എന്താണ് ഈ സ്റ്റിയറിംഗ് എഫക്റ്റ്, പിച്ചിങ് എഫക്റ്റ്, റോളിംഗ് എഫക്റ്റ് ഒക്കെ എന്താണ് when observed when plane of spin of rotating masses is horizontal but the along longitudinal axis vessel, or when axis is vertical.
ഇനി അടുത്ത കേസ് ഓട്ടോമൊബൈലിൻ്റെതാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാർ കൺസിഡർ ചെയ്യാം. ഇൻ കേസ് ഓഫ് എ 4-wheeled വെഹിക്കിൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് നോ വീൽ ഈസ് ലിഫ്റ്റ് ഓഫ് ദ ഗ്രൗണ്ട് വൈൽ ദ വെഹിക്കിൾ ടേക്ക് എ ടേൺ. The condition is fulfilled as long as the vertical reaction of ground on any of the wheel is positive or upward. So ഇപ്പോൾ എന്താണ്, നമ്മളൊരു കാർ ഒരു കാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതിന് ഫ്രണ്ടിൽ എന്തുണ്ടായിരിക്കും, 2 വീൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാക്കിൽ 2 വീൽസ് ഉണ്ടായിരിക്കും. സോ അതിനെ നമ്മൾ പറയുന്നത് ബാക്കിനെ റിയർ എന്നും ഫ്രണ്ടിനെ ഫ്രണ്ട് തന്നെയാണ് പറയുന്നത്. സോ ഇപ്പോൾ എന്താണ്, 4 വീൽസ് ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ എന്തായിരിക്കും, ഫ്രണ്ടിലത് രണ്ടും ഒറ്റ ആക്സിസിലും അതേപോലെ തന്നെ ബാക്കിലുള്ളത് ഒരേ ആക്സിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ അതെന്താണ്, അതൊരു എക്സ് ആക്സിസ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണ് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഒരു ടേൺ ചെയ്തു, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക അല്ലെങ്കിൽ റൈറ്റിലേക്ക് ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുക, വൈ ആക്സിസ്. അപ്പോൾ ആ ഒരു വൈ ആക്സിസിനെ ബോട്ടായിട്ട് എന്ത് ചെയ്യും, അത് റൊട്ടേറ്റ് ചെയ്യുമൊക്കെ. സോ അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിന് ബോട്ടായിട്ട് എന്തുണ്ടാവുക, അതിനകത്ത് ഒരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ അപ്പോൾ ഒരു സൈഡിലെ വീൽ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനെ ഒരു ലിഫ്റ്റ് സംഭവിക്കാൻ പാടില്ല. സോ ദ കണ്ടീഷൻ നോ വീൽ ഈസ് ലിഫ്റ്റഡ് ഓഫ് ദ ഗ്രൗണ്ട് വൈൽ വെഹിക്കിൾ ടേക്സ് എ ടേൺ. അപ്പോൾ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് എന്താണ്, ഇതിനകത്ത് ഒറ്റ വീൽ എന്ത് ചെയ്യാൻ പാടില്ല, ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല ഗ്രൗണ്ടിൽ നിന്ന്. ദ കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ് ആസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ എനി ഓഫ് ദ വീൽ ഈസ് പോസിറ്റീവ് ഓർ അപ്വേർഡ്. സോ അപ്പോൾ ഇത് ഫുൾഫിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ദ വെർട്ടിക്കൽ റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ എനി വീൽ ഈസ് പോസിറ്റീവ്. ഇപ്പോൾ ഏതൊരു വീലിൻ്റെ മേലുള്ള ഗ്രൗണ്ടിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ലിഫ്റ്റ് സംഭവിക്കാതിരിക്കുക. ദെൻ ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. So 4-wheeled vehicle having a mass m, assuming weight is equally divided among the 4 wheels. സോ ഇപ്പോൾ മാസ്സുള്ളൊരു വെഹിക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിലെന്താണ്, അതിൻ്റെ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, W=mg ആയിട്ട് എടുക്കുക. ദെൻ എന്താണ്, 4 വീൽസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ സോ അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്താണ്, ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇപ്പോൾ ഒരു വീലിൽ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് W/4 ആയിരിക്കും, ദാറ്റ് ഈസ് mg/4 ആയിരിക്കും വരുന്നത്. ഡൗൺവേർഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആക്ഷൻ വരുന്നത്. ദെൻ റിയാക്ഷൻ വരുന്നത്, റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് വീൽ ഈസ് RW എന്നാണ് കൊടുത്തിട്ടുള്ളത്. W/4 ആയിരിക്കും, ദാറ്റ് ഈസ് mg/4. അതിൻ്റെ ആക്ഷൻ വരുന്നത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. The effect of gyroscopic couple. The gyroscopic couple due to 4-wheel CW is equal to 4 into IW omega W into omega P equal to 4 into IW into V square by R into capital R, where IW is the mass moment of inertia of each wheel and omega W is the angular velocity of wheel. അപ്പോൾ angular velocity V by linear velocity by radius ആണ് തന്നിട്ടുള്ളത്. Then omega P is the angular velocity of precision, അത് V by capital R ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ടേൺ ചെയ്യുന്ന ഒരു ആക്സിസിന് അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു പോയിന്റിനെ ബോട്ടായിട്ട് ആയിരിക്കുമല്ലോ ടേൺ ചെയ്യുന്നത്. അപ്പോൾ ആ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. ദെൻ വി ഈസ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ, ആർ ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ, ഒക്കെ ഓൾറെഡി പറഞ്ഞു. ദെൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു എഞ്ചിൻ റൊട്ടേറ്റിംഗ് പാർട്സ്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും, ഈ ഒരു കപ്പിൾ ഡ്യൂ ടു എഞ്ചിനിലുള്ള റൊട്ടേറ്റിംഗ് പാർട്സ് കൊണ്ട് എന്തായിരിക്കും ഒരു കപ്പിൾ ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ അതെന്താണ്, CE ഈസ് ഈക്വൽ ടു IE ഇൻറ്റു ഒമേഗ ഇൻറ്റു ഒമേഗ പി ആണ്. സോ ഇപ്പോൾ G ഈസ് ദ ഗിയർ റേഷ്യോ. സോ ഇപ്പോൾ അതായത് എഞ്ചിൻ്റെ ആംഗുലർ വെലോസിറ്റി വീലിൻ്റെ ആംഗുലർ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്, G ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, W ഈസ് ഈക്വൽ, അതായത് ഒമേഗ E ഈസ് ഈക്വൽ ടു G ഇൻറ്റു ഒമേഗ W എന്ന് എടുക്കാം. സോ അപ്പോൾ IE ഇൻറ്റു G ഇൻറ്റു ഒമേഗ W ഇൻറ്റു ഒമേഗ പി ആണ് എന്ത് വരുന്നത്, എഞ്ചിൻ്റെ ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുന്നത്. ടോട്ടൽ ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുമ്പോൾ CG ഈസ് ഈക്വൽ ടു CW പ്ലസ് ഓ മൈനസ് CE എന്ന് വരും. സോ ഇപ്പോൾ പോസിറ്റീവ് സൈൻ ഈസ് യൂസ്ഡ് വെൻ എഞ്ചിൻ പാർട്ട് റൊട്ടേറ്റ്സ് ഇൻ സെയിം ഡയറക്ഷൻ ആസ് വീൽ ആൻഡ് നെഗറ്റീവ് സൈൻ വെൻ റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ എഞ്ചിൻ പാർട്സും വീലും എന്താണ് ഒരേ ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, പോസിറ്റീവ് സൈൻ എടുക്കാം. ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് സൈൻ എടുക്കാം. അസ്യൂമിങ് ദാറ്റ് CG is positive and the vehicle turn left, the reaction gyroscopic couple on it is clockwise when viewed from the rear of the vehicle. സോ ഇപ്പോൾ എന്താണ്, നമ്മൾ ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, റിയാക്ഷൻ കപ്പിൾ ഓൺ ഇറ്റ്
ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിയാക്ഷൻ കപ്പിൾ ആക്ട് ചെയ്യുന്നത്. The reaction couple is provided by equal and opposite force on the outer and inner wheels of the vehicle. സോ അപ്പോൾ എന്തായിരിക്കും, ഔട്ടർ വീലിലും ഇന്നർ വീലിലും എന്തായിരിക്കും റിയാക്ഷൻ കപ്പിൾ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദ ഫോഴ്സ് ഓൺ ടു ഔട്ടർ വീൽസിൽ വരുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും, സി ജി ഇൻറ്റു ഡബ്ല്യു ആണ് വരുന്നത്. ദെൻ ഫോഴ്സ് ഓൺ ദ ടു ഇന്നർ വീൽസ് വരുന്നത് സി ജി ബൈ ഡബ്ല്യു അപ്വേർഡ് ഡയറക്ഷനാണ് പറയുന്നത്. ഫോഴ്സ് ഓൺ ഈച്ച് ഓഫ് ഔട്ടർ വീൽസ് സി ജി ബൈ 2W ആണ്, അത് ഡൗൺവേർഡ് ആണ്. ദെൻ ഓക്കെ, അതേപോലെ തന്നെ ഈച്ച് ഇന്നർ വീൽ വരുന്നത് സി ജി ബൈ 2W, അത് അപ്വേർഡ് ആണ്. ദസ് ഫോഴ്സ് ഓൺ ഈച്ച് ഓഫ് ഔട്ടർ വീൽ ഈസ് സിമിലർ ടു ദ വെയ്റ്റ് ഓൺ ഇന്നർ വീൽ, ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ദസ് എന്തായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് റിയാക്ഷൻ എന്തായിരുന്നു, RW ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ സി ജി ബൈ 2W എന്താണ്, നമുക്ക് ഇവിടെ RG, സോ ഇവിടെ RG എന്താ നോക്കാം നമുക്ക്. ഓക്കെ, ഗ്രൗണ്ട് റിയാക്ഷൻ RG ആണ് വന്നിട്ടുള്ളത്. സോ RG എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഓൺ ഈച്ച് ഇന്നർ വീലാണ്, ദാറ്റ് ഈസ് CG ഡിവൈഡ് ബൈ 2W. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഇന്നർ വീലിൽ ആക്ട് ചെയ്യുന്നത്. എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ കപ്പിൾ. യെസ് വെഹിക്കിൾ മൂവ്സ് ഓൺ എ കർവ്ഡ് പാത്ത്, യെസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൾസോ ആക്ട് ഓൺ വെഹിക്കിൾ ഇൻ വിച്ച് in outward direction as center of mass of vehicle. So as the vehicle moves on a curved path, the centrifugal force also act on a vehicle in outward direction. അപ്പോൾ ഒരു ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും, at the center of mass of the vehicle. Then centrifugal force equal to mr omega square. So എങ്കിൽ mr omega p square ആണ് വരുന്നത്. സോ ഒമേഗ പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എം വി സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ദീസ് ഫോഴ്സ് വുഡ് ബി ടെൻ ടു ഓവർടേൺ ദ വെഹിക്കിൾ ഔട്ട്വേർഡ് ആൻഡ് ഓവർടേണിംഗ് കപ്പിൾ വിൽ ബി. സോ ഇപ്പം എന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക, വെഹിക്കിളിനെ ഓവർടേൺ ചെയ്യാൻ ശ്രമിക്കും. ദെൻ സി സി ഈസ് ഈക്വൽ ടു എം ആർ ഒമേഗ പി സ്ക്വയർ ഇൻറ്റു എച്ച്, ദറ്റ് ഈസ് എം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു എച്ച്. ദിസ് ഈസ് ഈക്വലൻറ്റ് ടു എ കപ്പിൾ ഡ്യൂ ടു equal and opposite force on outer and inner wheels. Force on each outer wheel is CC by 2W, downward directionലാണ്. And force on each inner wheel വരുന്നത് CC by 2W, upward direction again. Force on each of the outer wheel is similar to weight, and on each of the inner wheel it is opposite. Reaction of ground on each outer wheel RC is equal to CC by 2W, upward direction. Then on inner wheels ആണെന്നുണ്ടെങ്കിൽ RC is equal to CC divided by 2W, downward ആണ് വരുന്നത്. Then vertical reaction on each outer wheel W by 4 plus CG by 2W plus CC divided by 2W. In upward direction, vertical reaction on each inner wheel W by 4 plus CG by 2W plus CC by 2W. അത് upward direction ആണ് വരുന്നത്. So it can be observed that there are changes that the reaction of ground inner wheels may not upward, and thus the wheels are lifted from ground. For a positive reaction, the condition will be W minus 4 minus CG by 2W minus CC by 2W greater than or equal to 0. So അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു W by 4 is equal to ഈ രണ്ട് ടേം നമുക്ക് എന്ത് ചെയ്യാം, ഇനീക്വാളിറ്റിയുടെ ഈ സൈഡിലേക്ക് എടുക്കാം. അപ്പോൾ CG plus CC by 2W, then നമുക്ക് എങ്ങനെ എഴുതാം, RW greater than RG plus RC എന്ന് എഴുതാം. സോ അപ്പോൾ അതിൽ ഓട്ടോമൊബൈലിൽ കഴിഞ്ഞു. ഇനി വരുന്നത് ടു വീലറാണ്. സ്റ്റെബിലിറ്റി ഓഫ് എ ടു വീൽ വെഹിക്കിൾ. ദ കേസ് ഓഫ് ടു വീൽ വെഹിക്കിൾ ക്യാൻ ബി ടേക്കൺ in same as the way of the automobile. However, it is easier to tilt such a vehicle in inward to neutralize the overturning effect, and the vehicle can stay in equilibrium while taking a turn. Okay, അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ടു വീലർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഫോർ വീലർ പോലെയല്ല, അതിനെ ഇൻടേൺ ചെയ്യാൻ എന്താണ് കുറച്ചും കൂടി ഈസിയാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ഓവർടേണിങ് എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഒരു വെഹിക്കിളിനെ ടിൽറ്റ് ചെയ്യുക. ഓക്കെ, ഇൻവേർട്ട് ഡയറക്ഷനിൽ എന്ത് ചെയ്യുക, വെഹിക്കിളിനെ ഒന്ന് ടിൽറ്റ് ചെയ്യുക.
അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ്, ഈ ഒരു ഓവർ ടേണിങ് എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. ലെറ്റ് എ വെഹിക്കിൾ ടേക്ക് എ ലെഫ്റ്റ് ടേൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് ടേൺ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഫിഗർ ഈ ഒരു 17.12 എ നോക്കുക. ഓക്കെ, ദ വെഹിക്കിൾ ഈസ് ഇൻക്ലൈൻ ടു വേർട്ടിക്കൽ ഇൻവേർട്ട് ഫോർ ഇക്വിലിബ്രിയം. സോ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വേർട്ടിക്കലിൽ നിന്ന് ഒരു തീറ്റ ആംഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടിൽറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ട് ഡയറക്ഷനിൽ. ഓക്കെ, ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് വെഹിക്കിൾ ടു വെർട്ടിക്കൽ ആക്സിസ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഹീൽ. ഓക്കെ, ഈ ഹീൽ ആക്സിസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ദെൻ വി ഈസ് ദ ലീനിയർ വെലോസിറ്റി ഓഫ് എ വെഹിക്കിൾ ഓൺ ട്രാക്ക്. ആർ ഇസ് ദ റേഡിയസ്, സ്മോൾ ആർ ഇസ് ദ റേഡിയസ് ഓഫ് വീൽ ആൻഡ് ക്യാപിറ്റൽ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ട്രാക്ക്. സോ അപ്പോൾ സ്മോൾ ആർ ആണെന്ത് വീൽ റേഡിയസ്, ക്യാപിറ്റൽ ആർ ആണെന്ത് ട്രാക്ക് റേഡിയസ്. ദെൻ വി എന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റി. ദെൻ ഐ ഒമേഗ ഇസ് ദി മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് വീൽസ് ഓഫ് and I is the moment of inertia of the rotating part of the engine. Then m is the total mass of the vehicle and the rider. Then omega w is the angular velocity of wheels and omega is the angular velocity of rotating parts in engine. Then g is the gear ratio, h height of center of mass of the vehicle and the rider, and theta is the inclination of the vehicle to the vertical. Yes, axis of spin is not horizontal but inclined to vertical at an angle theta, and axis of precession is vertical. It is necessary to take a horizontal component of spin vector horizontal I w into cos theta. നമുക്ക് അങ്ങനെ എഴുതാം 2 into I w omega w plus I e plus I e into omega into cos theta എന്ന് എഴുതാം. ദെൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ത് വരും, 2 into I w omega w plus I into e I into g omega w into cos theta into omega b എന്ന് വരുന്നത്. അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതിനകത്ത് കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്, ഒമേഗ ഡബ്ല്യു ഉണ്ട്. അപ്പോൾ അതിനെ പുറത്തെടുക്കുക, അത് നമുക്ക് എന്താണ് വി ബൈ ആർ എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്ത് വരും, 2 into I omega I w into I w plus g into I e into v by r into v by r capital R. സോ ഇതിനെ വി സ്ക്വയർ ബൈ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഇൻറ്റു ആർ എന്ന് എഴുതാം. ദെൻ ഇൻറ്റു കോസ് തീറ്റ. സോ ഇപ്പോൾ 2 into I w plus 2 g into I e into v square by r into r into cos theta. The reaction couple b dash a dash clockwise when viewed from rear back of the vehicle and tends to overturn the outward direction. Then overturning coupled due to centrifugal force m into v square by r into h cos theta. Total overturning couple വരുന്നത് 2 into I w plus g into I e v square by r into r cos theta plus m v square by r into h cos theta. സോ അതിന് നമുക്ക് എന്ത് എഴുതാം, ഇതിനകത്ത് ഇവിടെ വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ വി സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ ഉണ്ട്. അപ്പോൾ അതിന് പുറത്ത് കോമൺ ആയിട്ട് എടുക്കാം. സോ 2 into I w plus g into I e by small r plus m h into cos theta എന്ന് എഴുതാം. Or rightening or balancing the couple due to the weight of the vehicle mg into h sin theta for equilibrium b square by r into 2 IW plus g IE by r plus mh into cos theta is equal to mgh sin theta. അടുത്തത് റിജിഡ് ഡിസ്ക് അറ്റ് ആൻ ആംഗിൾ ഫിക്സഡ് ടു എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. അപ്പോൾ എന്താണ് റിജിഡ് ഡിസ്ക് അറ്റ് ആംഗിൾ ഫിക്സഡ് ടു എ റൊട്ടേറ്റിംഗ്. അപ്പോൾ so consider a circular disc fixed rigidly on a rotating shaft in such a way that the polar axis of the shaft makes an angle theta with the axis of shaft. അപ്പോൾ ഷാഫ്റ്റ് എന്താണ്, ഇൻക്ലൈൻഡ് ഷാഫ്റ്റ് ആണ്. സോ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ പോളർ ആക്സിസ് ഓഫ് ഷാഫ്റ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റ് ആക്സിസിൽ നിന്ന് പോളർ ആക്സിസ് തമ്മിൽ എന്താണ് ഒരു തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ദെൻ assume the shaft rotates clockwise with angular velocity omega when viewed along the left end of the shaft. അതിൽ OX be the angle of axis of shaft axis OX ആണ് വരുന്നത്. Then OP be the polar axis of the disc and OD be the horizontal dia of the axis of disc. Then M and R and T be the mass. R എന്ന് പറയുന്നത് റേഡിയസ് ആൻഡ് ടി ആണ് അതിൻ്റെ തിക്നെസ്. സോ ഐ പി ഇസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക് അബൌട്ട്
polar axis OP, that is mr square by 2. Then ID, moment of inertia of disk about a diametral axis, so m into t square by 12 plus r square by 4, so which is equal to mr square by 4. So first consider spinning about the polar axis. അപ്പോൾ polar axis about ആയിട്ട് എന്ത് ചെയ്യുന്നത് സ്പിൻ ചെയ്യുന്നത് കൺസിഡർ ആംഗുലർ വെലോസിറ്റി ഓഫ് സ്പിൻ ഇസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ഡിസ്ക് അബൌട്ട് ദി polar axis OP is equal to എന്താണ് ഒമേഗ ഇൻറ്റു കോസ് തീറ്റ. The angular velocity of precision is equal to angular velocity of disk about diametral axis, that is OD is equal to എന്താണ് ഒമേഗ സൈൻ തീറ്റ. ദെൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ വരുന്നത് IP ഇൻറ്റു ഒമേഗ കോസ് തീറ്റ ഇൻറ്റു ഒമേഗ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഹാഫ് IP ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് എഴുതാം. സോ ഇവിടെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ വരുന്നുണ്ട്. ഇറ്റ്സ് എഫക്റ്റ് ഈസ് ടു റൊട്ടേറ്റ് ദ ഡിസ്ക് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ഈ ഒരു എഫക്റ്റ് വരുന്നത് എന്തായിരിക്കും, ആ ഒരു ഡിസ്കിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും വെൻ വ്യൂയിങ് ഫ്രം ദ ടോപ്പ്. നോ കൺസിഡർ സ്പിന്നിങ് അബൌട്ട് ഡയമട്രൽ ആക്സിസ്. ആംഗുലർ വെലോസിറ്റി ഓഫ് സ്പിൻ ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഓഫ് ഡിസ്ക് about diametral axis OD equal to omega into sin theta. Angular velocity of precision is equal to angular velocity of disk about the polar axis OP is equal to omega into cos theta. Gyroscopic couple is equal to ID into omega sin theta into omega cos theta is equal to 1 by 2 into ID into omega square sin 2 theta. Its effect is to rotate the disk clockwise when viewing from the top. Angular velocity of precision is counterclockwise when viewing from right and along OP. Resultant gyroscopic couple on disk C equal to 1 by 2 into IP minus ID omega square into sin 2 theta. അതിന് നമുക്ക് എങ്ങനെ എഴുതാം 1 by 2 into mr omega square by 2 minus mr square by 2 minus mr square by 4 which is into omega square sin 2 theta. So mr omega square ആണ് വരും. So mr square omega square sin 2 theta divided by 8 എന്ന് വരും. സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതെന്താണ് ഗൈറോസ്കോപ്പിക്. ചാപ്റ്ററിൻ്റെ പേര് ഗൈറോസ്കോപ്പ് എന്നാണ്. അപ്പോൾ അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു ആക്സിസിനെ അബൌട്ടായിട്ട് സ്പിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ദെൻ അഗെയിൻ പെർപെൻഡിക്കുലർ ആക്സിസിനെ അബൌട്ടായിട്ട് എന്ത് ചെയ്തു, അതിനെ ടേൺ ചെയ്തു. അങ്ങനെ ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, തേർഡ് പെർപെൻഡിക്കുലർ ആക്സിസിനെ അബൌട്ടായിട്ട് എന്തുണ്ടാവും, ഒരു ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ്. സോ അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതായത് ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു 2 വീലർ നമ്മൾ കുറേ ഒരു പ്ലെയിനിലെ മോഷനാണ് വരുന്നത്. ദെൻ ആ ഒരു കേസ്. അടുത്തത് ഷിപ്പ്. പിന്നെ വരുന്നത് എന്താണ്, എയറോപ്ലെയിൻ. അപ്പോൾ ഇത്രയും കേസസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു റിജിഡ് ബോഡി ഓൺ എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടി, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. സിമ്പിളാണ്, ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.